കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൂടി വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകാത്തതിൽ കാലിക്കറ്റ് സർവകലാശാല ഭരണസ്തംഭനത്തിലേക്ക്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സിൻഡിക്കേറ്റ് യോഗങ്ങൾ 2 മാസത്തിനകം ചേരണമെന്നതാണ് നിയമം. ഏപ്രിൽ 25-നാണ് കാലിക്കറ്റിൽ സിൻഡിക്കേറ്റ് യോഗം അവസാനം നടന്നത്. 2 മാസം കഴിഞ്ഞിട്ടും യോഗം ചേരുന്നില്ല. സ്വാഭാവികമായും ഭരണപരമായ നടപടികളടക്കം വലിയ സ്തംഭനത്തിലേക്ക് പോകും. അതാണിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടൻ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ സിൻഡിക്കേറ്റ് യോഗം അതിൻ്റെ നിയമലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസത്തിലൊരിക്കൽ ചേരണമെന്നതാണല്ലോ നിയമം പറയുന്നത്. അത് ലംഘിക്കപ്പെടുന്നു. ഈ യോഗം ചേരുന്നതേയില്ല. സ്വാഭാവികമായും വലിയ ഭരണസ്തംഭനം സർവകലാശാലയിൽ രൂപപ്പെടുകയും ചെയ്യും. അതാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, ഏപ്രിൽ 25-നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാനമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സിൻഡിക്കേറ്റ് യോഗങ്ങൾ 2 മാസത്തിലൊരിക്കൽ ചേരണമെന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഈ ജൂൺ 24-നുള്ളിൽ യോഗം ചേരേണ്ടതാണ്. യോഗം ചേരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകണം. പക്ഷേ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള യാതൊരു നടപടിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം മിനിയാന്ന് നടന്ന സെനറ്റ് യോഗത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ അംഗങ്ങൾ ഇക്കാര്യം വളരെ സജീവമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാൻ ഡോക്ടർ പി രവീന്ദ്രൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം UDF BJP പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന നേതാവായിരുന്ന ഡോക്ടർ പി രവീന്ദ്രൻ വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിയത്. ഈ സിൻഡിക്കേറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പലതരത്തിലുള്ള തീരുമാനങ്ങളും ഏകപക്ഷീയമായി ഇദ്ദേഹം കൈക്കൊള്ളുന്നു എന്നുള്ള ആരോപണവും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ഇല്ലാതെയാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം കൈക്കൊള്ളുന്നത്. ഈ സിൻഡിക്കേറ്റ് ചേരാത്തതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭരണപരമായ നടപടികൾ, അക്കാദമിക് രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പ്രധാനമായും PhD-യുമായി ബന്ധപ്പെട്ടാണ് ഈ സിൻഡിക്കേറ്റ് നടക്കാത്തതിന് ഒട്ടേറെ പേരുടെ PhD അംഗീകരിക്കൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് നിരവധി പേരുടെ ജോലി സാധ്യതകൾ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതികൾ, വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഉപസമിതികളുണ്ട്. ആ ഉപസമിതികളും വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി VC തയ്യാറാവുന്നില്ല. അത്തരമൊരു തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊള്ളുന്നില്ല. കോളേജുകളിൽ ഗവേഷണ കേന്ദ്രങ്ങൾ അനുവദിക്കാനുള്ള ശുപാർശകൾ ഫയലിൽ ഒതുങ്ങുകയാണ്. നിലവിലെ സിൻഡിക്കേറ്റ് സ്ഥിരം രജിസ്ട്രാർ നിയമനത്തിന് വേണ്ടി നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും VC ഭരണമാറ്റം കാത്ത് ഇതിനൊക്കെ തടസ്സം നിൽക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ വൈസ് ചാൻസലറുടെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളൊക്കെ തിരുത്തേണ്ടി വരും. ആ സിൻഡിക്കേറ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയും അതൊക്കെ തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ VC തയ്യാറാകാത്തത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ഭരണമാറ്റത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പുതിയ സർക്കാർ നോമിനേഷൻ വഴി സിൻഡിക്കേറ്റിൻ്റെ ഘടന മാറ്റാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോഴുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ മാറ്റി UDF നോമിനികളെ നിയമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഈ യോഗം ചേർന്നുകൊണ്ട് താൻ കൈക്കൊണ്ടിട്ടുള്ള ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കൊക്കെ അംഗീകാരം നേടിയെടുക്കാനാണ് വൈസ് ചാൻസലറുടെ നീക്കം. മനു, ശരി, നമുക്ക് നോക്കാം എന്താണെങ്കിലും ഏതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും സിൻഡിക്കേറ്റ് യോഗം ചേരുന്നില്ല. സ്വാഭാവികമായും ഭരണപരമായ വലിയ പ്രതിസന്ധി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് കുട്ടൻ നൽകിയത്.